പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം. നമ്മുടെ +2 SSLC ഒക്കെ വാല്യുവേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പം നമുക്ക് +2 വിശേഷങ്ങൾ അറിയുമ്പോൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് വാല്യുവേഷൻ നടക്കുന്നതായിട്ട് അറിഞ്ഞു. അതിന് ചില സെൻറ്ററിൽ അത് കഴിഞ്ഞു, ചില സെൻറ്ററിൽ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. വാല്യുവേഷൻ +1 വാല്യുവേഷൻ കഴിഞ്ഞ ഇമ്പ്രൂവ്മെൻറ്റ് വാല്യുവേഷൻ കഴിഞ്ഞ സെൻറ്ററിൽ +2 ഫിസിക്സ് കെമിസ്ട്രി വാല്യുവേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അറിഞ്ഞ ഇമ്പ്രൂവ്മെൻറ്റ് വിശേഷങ്ങളാണ്. ഫിസിക്സ് കെമിസ്ട്രി മാത്സൊക്കെയാണ് ടീച്ചർ അറിഞ്ഞത്. അപ്പോൾ വളരെ നല്ല വിശേഷമാണെന്ന് വെച്ചാൽ അത്ര നമുക്കങ്ങ് സാറ്റിസ്ഫാക്ഷനായിട്ട് പറയാനൊക്കത്തില്ല, എങ്കിലും കുഴപ്പമില്ലാതെ പോകുന്നെന്ന് പറയുന്നു. ഫിസിക്സ് കെമിസ്ട്രി പിന്നെ നന്നായിട്ട് എഴുതിയ കൂട്ടുകാരുമുണ്ട്, വീണ്ടും വലിയ സീരിയസ് ഇല്ലാതെ എഴുതിയ കൂട്ടുകാരുമുണ്ട്. ഫിസിക്സിനൊക്കെ ഫുൾ പേപ്പർ വന്ന ഇന്നലെ ടീച്ചറിന് കുറവായിരുന്നു. 2 പേപ്പറിന് ടീച്ചറിന് ഫുള്ള് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ കെമിസ്ട്രിക്കും അത് തന്നെ. കെമിസ്ട്രിക്ക് ഫിസിക്സിനേക്കാളും കൂടുതൽ ഫുൾ മാർക്കും അതുപോലെ തന്നെ A+ ഒക്കെ വന്നിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. സാധാരണ മാർക്ക് മാറിയെന്നാണ്, ഫസ്റ്റ് ഇയറിൻ്റെ മാർക്ക് മാറിയെന്നാണ് ടീച്ചറിൻ്റെ പ്രതീക്ഷ. നമുക്ക് പേപ്പർ തരുമ്പോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ വർഷം കിട്ടിയ മാർക്ക് നമുക്ക് അറിയത്തില്ല. അത് അറിയാത്ത വിധത്തിലൊക്കെയുള്ള സംഗീതങ്ങളിലൂടെയാണ് നമുക്ക് പേപ്പറുകൾ നോക്കാനായിട്ട് തരുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം എത്ര മാർക്ക് കിട്ടിയെന്നനുസരിച്ച് നമുക്കത് ഇടാനോ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും തന്നെ ഒക്കത്തില്ല. അതിൻ്റെയൊക്കെയുള്ള രഹസ്യ സംവിധാനങ്ങൾ പിന്നെ നമുക്ക് വാല്യുവേഷൻ സെൻറ്ററുകളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര മാർക്ക് കഴിഞ്ഞ വർഷം കിട്ടി അതനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാനൊക്കത്തില്ല. നമ്മൾ ഇടുന്ന മാർക്ക് അനുസരിച്ച് അതിൻ്റെ ആവറേജൊക്കെ എടുത്തും ഒക്കെയാണ് മാർക്കുകൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ റിവാല്യുവേഷനൊക്കെ അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് കഴിഞ്ഞ വർഷത്തെ മാർക്ക് അറിയത്തില്ല. റിവാല്യുവേഷനിൽ 3 പേരൊക്കെ നോക്കുന്ന മാർക്ക് വെച്ച് അതിൻ്റെ ശരാശരിയൊക്കെ എടുത്താണ് ഇപ്പം നമുക്ക് അത് അറിയുന്നത്. അപ്പോൾ പിന്നെ ചിലപ്പം റിവാല്യുവേഷനിലും ഡബിൾ വാല്യുവേഷൻ ട്രിപ്പിൾ വാല്യുവേഷനൊക്കെ വേണ്ടി വരും. അപ്പോൾ തന്നെ 3 പേര് നോക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ശരാശരി എടുത്താണ് നമ്മൾ മാർക്ക് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ആയാലും അതിന് നമുക്ക് മുന്നേ കിട്ടിയ മാർക്ക് എത്രയെന്ന് അറിയാൻ ടീച്ചേഴ്സിന് സംവിധാനമില്ല. അപ്പോഴും നമുക്ക് ഏകദേശം പേർക്കും മാർക്ക് മാറിക്കാണുന്നതിന് ടീച്ചറിൻ്റെ പ്രതീക്ഷ. പിന്നെ വളരെ എളുപ്പമായിരുന്നു ചോദ്യം പേപ്പർ ആയിരുന്നെന്ന് വെച്ചാൽ അങ്ങനെ അല്ലായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി ടഫ് ഉണ്ടായിരുന്നു പേപ്പറിന്. അതുപോലെ തന്നെ മാത്സ് +1 മാത്സ് ടഫായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ഫുൾ പേപ്പർ ഫുൾ മാർക്കായി 1-2 പേപ്പർ കിട്ടി, എങ്കിലും വലിയ മികച്ച മാർക്കായിട്ട് വന്നിട്ടില്ലെങ്കിൽ A+ ഒക്കെ ആവുന്നുണ്ട്. A+കാർക്ക് ഫുൾ മാർക്ക് വേണ്ടി കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള മാറ്റങ്ങൾ ഉണ്ടാവാം. ഈ A+കാർ ഫുൾ മാർക്കിന് മിക്കവാറും അവർക്ക് മാർക്ക് മാറാൻ കഴിയുന്നത് അത്രയ്ക്കും മിടുക്കരായിരിക്കും വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നത്. അവർക്ക് ഫുൾ A+ കാണുമെങ്കിലും ഫുള്ളാക്കാൻ വേണ്ടി ഇമ്പ്രൂവ് ചെയ്യുന്ന മിടുക്കന്മാർ കാണും. പിന്നെ നമുക്ക് ജസ്റ്റ് A+ ആവാൻ വേണ്ടിയും പിന്നെ A ആവാൻ വേണ്ടിയും നമുക്ക് പിന്നെ മാറ്റാൻ ശ്രമിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റുകാർ കാണും. അവർക്കും ഒക്കെ മാറ്റം വന്നിട്ടുണ്ടാവാം. മാത്സ് അല്പം ടഫായത് തന്നെ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് മാർക്ക് വലിയ വേരിയേഷൻ വരുന്നത് മുന്നേ തന്നെ കുറവാണ്. എൻ്റെ മക്കളൊക്കെ പഠിക്കുന്ന സമയത്ത് മാത്സിന് റിവാല്യൂഷനല്ല ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്താലും ഫുൾ മാർക്ക് ആയിട്ടില്ല. എൻ്റെ മോനും 2 മാർക്കിൻ്റെ കുറവുള്ളപ്പോഴും ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്തപ്പോഴും 1 മാർക്കൊക്കെ മാറിയിട്ടുള്ളായിരുന്നു. മോക്കും അത് തന്നെ 1 മാർക്കൊക്കെ മാറ്റം വന്നിട്ടുള്ളൂ, ഫുള്ളായിട്ടില്ല. അപ്പോഴങ്ങനെയൊക്കെയുള്ള ഇത് മാത്സിനെ സംബന്ധിച്ചുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിലൂടെ മാർക്ക് മാറുന്നതായിട്ട് തന്നെയാണ് ടീച്ചേഴ്സ് മനസ്സിലാക്കുന്നത്. ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്നലെ ഒരു ടീച്ചർ അവരെ സെൻറ്ററിൽ നടന്ന വിശേഷങ്ങൾ വെച്ച് മറ്റു ടീച്ചേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ കൊച്ചെന്നോട് പറഞ്ഞത്. ഏതിനും കുട്ടികൾക്ക് പിന്നെ നല്ല റിസൾട്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് ഇയറിൽ പിന്നെ മാർക്ക് കൂടെ ആകുമ്പോൾ ടോട്ടൽ മാർക്ക് നമുക്ക് മാറ്റം വരുമല്ലോ. അപ്പോൾ എല്ലാവർക്കും പിന്നെ നല്ല മാർക്ക് കിട്ടുമെന്ന് തന്നെയാണ് ടീച്ചേഴ്സിൻ്റെയൊക്കെ പ്രതീക്ഷ. +1 മാത്സ് പൊതുവെ പാടായിരുന്നു നമ്മൾ പറഞ്ഞ് കേട്ടു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ഈ +1 വാല്യുവേഷൻ +1ൻ്റെ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് +2ൻ്റെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ തുടങ്ങിയിട്ടുള്ളതായിട്ട് അറിഞ്ഞു കഴിഞ്ഞു. ബാക്കി വിശേഷങ്ങൾ ടീച്ചർ പങ്കുവയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശുഭപ്രതീക്ഷയോടെ തന്നെ ഇരിക്കുക. ഈശ്വരനെ ധ്യാനിച്ച് നല്ല പോസിറ്റീവ് ചിന്തയിലിരിക്കുക. താൻ പാതി ദൈവം പാതി എന്നല്ല. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കണം. നമ്മുടെ മനസ്സൊക്കെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. ഈശ്വരൻ്റെ കൃപ നമ്മൾക്കൊപ്പം ഉണ്ടാവും. വീണ്ടും കാണാം. ബൈ.